ടെക്നിക്കൽ വർക്കേഴ്സ്, നേഴ്സുമാർ തുടങ്ങിയവർക്കൊക്കെ നാട്ടിൽ ജീവിത നിലവാരം ഉയർത്താനുള്ള സാലറി ലഭിക്കാത്തത് മൂലം അവർ ഗൾഫിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള അവസരങ്ങൾ ധാരാളമായി തേടിപ്പോകാറുണ്ട്. ഇങ്ങനെ പോകുന്നവർ ചില വ്യാജ ഏജൻസികളുടെ ചതിക്കുഴിയിൽ വീഴുകയും പണമടച്ചതിന് ശേഷം കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയേണ്ടി വരുന്ന അവസ്ഥ വളരെ വേദനാജനകമാണ്. അയർലൻഡിൽ വെയർഹൗസിൽ ജോലി ശരിയാക്കി തരാമെന്ന് മലപ്പുറംകാരനായ യുവാവിനെ പറ്റിക്കാൻ ശ്രമിച്ചതും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാനായി അയർലൻഡിലേക്ക് കൊണ്ടുവന്ന് 6 ലക്ഷം രൂപയിലധികം കൈക്കലാക്കുന്ന ചില ഏജൻസികളുടെ അമിത ഫീസുമൊക്കെയാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നാട്ടിൽ ഡ്രൈവറായും ടെക്സ്റ്റൈൽസിലും കൊറിയർ ഓഫീസിലും സേവനമനുഷ്ഠിച്ച സ്റ്റീഫൻ എന്ന യുവാവ് നാട്ടിൽ നിന്നാൽ വില കിട്ടാത്തത് കാരണം ബന്ധുക്കളോ നാട്ടുകാരോ ഒന്നും വില കൊടുക്കുന്നില്ല എന്ന കാരണം മൂലം എങ്ങനെയെങ്കിലും നാട് വിടണം എന്ന് തീരുമാനിച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വേക്കൻസികളിൽ അപേക്ഷിച്ചത്. അയർലൻഡിലെ ഒരു വെയർഹൗസിൽ ജോലി ചെയ്യാമെന്നും 1.5 ലക്ഷം രൂപ ഉടനെ കൊടുക്കണമെന്നും പറഞ്ഞാണ് വളരെ വിശ്വസനീയം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് വെച്ച് ഒരു ഏജൻസി അദ്ദേഹത്തിന് റിപ്ലൈ അയച്ചത്. പൈസ കൊടുക്കുന്നതിന്റെ വക്കിലെത്തുന്നതിന് ഒരു നിമിഷം മുമ്പ് ഞങ്ങളുടെ ഒരു വീഡിയോ കാണുകയും കമന്റായി ഈ വേക്കൻസിയെ പറ്റി ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരു സുഹൃത്തിനോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ വേക്കൻസി ഫേക്ക് ആണെന്നും കെയറർമാരുടെ സാലറി വെച്ചുള്ള ഇൻഫോർമേഷനാണ് ഇദ്ദേഹത്തിന് ഫേക്കായി നൽകിയിരിക്കുന്നത് എന്നുമാണ്. OETയും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ പാസ്സായിട്ടും നേഴ്സുമാരായി എത്താൻ സാധിക്കാതെ വിഷമിക്കുന്ന നേഴ്സുമാർ ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാനായി അയർലൻഡിൽ വരികയും നേടിയ ശേഷം ജോലി കിട്ടിയാൽ ഇവിടെ തന്നെ നിൽക്കുകയും ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ പോയി തിരിച്ചു വരേണ്ടി വരുന്ന സാഹചര്യവുമാണുള്ളത്. 90 ദിവസം വരെ കാലാവധി തരുന്ന ഷോർട്ട് ടൈം വിസയിലാണ് ഇങ്ങനെയുള്ള നേഴ്സുമാർ എക്സാം എഴുതാനായി അയർലൻഡിലേക്ക് എത്തുന്നത്. പരമാവധി 2-3 ലക്ഷം വരെ ഈ വിസയ്ക്കായി ഏജന്റുമാർ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ 6 ലക്ഷവും അതിലധികവുമൊക്കെ മേടിച്ച് ജോലി ഉറപ്പെന്ന് വാഗ്ദാനം ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും അവസാനം നിരാശയോടെ മടങ്ങേണ്ടി വരികയും ചെയ്യുന്ന ചില നേഴ്സുമാരെയും കാണുന്നുണ്ട് എന്നാണ് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. UK-യും അയർലൻഡും നേഴ്സുമാരെ വളരെയധികം കുറവ് മാത്രം സ്വീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ റിസ്ക് എടുത്ത് എക്സാം എഴുതാനും ജോലി തേടിയും വരുന്ന നേഴ്സുമാരുടെ ഈ അവസ്ഥ മുതലാക്കുകയാണ് ചില ഏജൻസികൾ. പല ഏജൻസികളോട് അന്വേഷിച്ചതിന് ശേഷം വിശ്വസ്തമായതും പണം കുറവുള്ളതുമായുള്ള ഏജൻസികളെ കണ്ടെത്താനുള്ള ക്ഷമ ഉദ്യോഗാർത്ഥികൾ കാണിക്കണം എന്നുള്ളത് മാത്രമാണ് പ്രതിവിധി. ആപ്റ്റിറ്റ്യൂഡ് എഴുതാനായി അയർലൻഡിലെത്തുകയും ഇവിടെ 3 മാസത്തിനുള്ളിൽ ജോലി സ്ഥിരമാവുകയും ചെയ്ത ചില നേഴ്സുമാരും ഇവിടെയുണ്ട്. ഈ 2 ഉദാഹരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് അവസ്ഥകളറിഞ്ഞ് ചൂഷണം ചെയ്യുവാൻ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അടിച്ചു മാറ്റുവാൻ നിരവധി ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. പറ്റിക്കപ്പെടുവാതിരിക്കുവാൻ സ്വയം ശ്രദ്ധിക്കുക. ഒരു തവണ പറ്റിക്കപ്പെട്ടെങ്കിൽ ഇനി പറ്റിക്കപ്പെടാതിരിക്കുവാൻ ജാഗ്രത കാണിക്കുക. നന്ദി, നമസ്കാരം.